പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളോട്, ദുഃഖങ്ങളോട്, വേദനകളോട് ആത്മാവേ അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിന് ആഹ്ലാദവും പാദങ്ങൾക്ക് പ്രകാശവുമാവട്ടെ. വചനം ശ്രവിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിക്കാനും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ അറിയാതെ തന്നെ നാം ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി എന്താണ് വഴി? എവിടെയാണ്, ആരിലാണ് ഒരു പ്രതീക്ഷ? മനുഷ്യൻ ദുഃഖിച്ച് തളർന്ന് ചോദിച്ചു പോകുന്ന ചോദ്യമാണ് ഇത്. സാമ്പത്തിക ശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെ ഇനി പ്രതീക്ഷയില്ല. രാഷ്ട്രീയ നേതാക്കളും പരാജയം സമ്മതിച്ചിരിക്കുന്നു. അവർ കൈമലർത്തുകയാണ്. ഇത്രയേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇതിനപ്പുറം എന്ത് ഞങ്ങൾ ചെയ്യും? അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു മറുചോദ്യമേ അവർക്ക് തരാനുള്ളൂ. ശാസ്ത്രജ്ഞന്മാരും ഏതാണ്ട് കൈയൊഴിഞ്ഞിരിക്കുന്നു. എത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ടും വിജയിക്കാത്ത ഒരവസ്ഥ. ഡോക്ടേഴ്സും അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ വൈറസിൻ്റെ മുമ്പിൽ അവർ തോറ്റുപോകുന്ന പോലെയാണ്. സാഹിത്യ നായകന്മാർ ഒരു കാലത്ത് നമ്മെ സന്തോഷിപ്പിച്ചിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു. സാഹിത്യത്തിൻ്റെ ആശ്വാസം ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. മാധ്യമ നക്ഷത്രങ്ങളും
ഇനി നമ്മളെ ഇക്കിളിപ്പെടുത്താൻ സാധിക്കാത്തവണ്ണം അവരും തോൽവി ഏറ്റുവാങ്ങി മാറി നിൽക്കുകയാണ്. സീരിയലുകൾ കാണാൻ, സിനിമകൾ കാണാൻ സാധിക്കാത്ത കാലഘട്ടമാണല്ലോ. എവിടെയാണ് പ്രതീക്ഷ? ആരിൽ? അപ്പോഴാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ഇതുപോലെ ഒരവസ്ഥ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചിരുന്നു. ഇനി എന്താണ് വഴി? എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നറിയാതെ സ്തംഭിച്ചു നിന്ന വീട്ടുടമസ്ഥൻ. വീഞ്ഞുകുടങ്ങൾ കാലിയായി. അതിഥികൾക്ക് ഇനിയും വിളമ്പേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബം തകർച്ചയുടെ വക്കിലാണ്. അപ്പോഴാണ് ആരും പറയാതെ തന്നെ അമ്മ ആ ദുഃഖം മനസ്സിലാക്കിയത്. വീട്ടുടമസ്ഥൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുന്നത് അമ്മ തിരിച്ചറിഞ്ഞു. ആ വേദന, വീഞ്ഞുകുടങ്ങൾ ശൂന്യമായതിൻ്റെ ആ ദുഃഖം അമ്മ തന്നെ തൻ്റെ തിരുപുത്രൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു. അവർക്ക് വീഞ്ഞില്ല. അവിടെയാണ് ആദ്യത്തെ അത്ഭുതം. എവിടെയൊക്കെ അമ്മ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒഴിഞ്ഞ കുടങ്ങളിൽ നിറച്ച വെള്ളം മേൽത്തരം വീഞ്ഞായി മാറി. ആഘോഷം നിലച്ചുപോയ ഒരു കുടുംബത്തിൽ വീണ്ടും സന്തോഷം തിരതല്ലി. ഇത് ഒരു ചരിത്ര സത്യം. ഇത് ഒരു ദൈവശാസ്ത്ര സത്യം. ഇത് മനുഷ്യാത്മാവിന് വലിയ പ്രതീക്ഷ. അമ്മ, ഞാൻ ഒരിക്കൽ ഒരു കാഴ്ച കണ്ടു. ഒരമ്മ 2 മക്കളെയും കൊണ്ട് പോവുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിനെ അമ്മ നടത്തുന്നത്. മറ്റേ കുഞ്ഞ് അമ്മയുടെ തോളിലാണ്. ആ കുഞ്ഞിൻ്റെ കാല് പാടില്ല. കാല് തളർന്നു പോയിരിക്കുന്നു. കാല് തളർന്ന കുഞ്ഞിനെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് തോളിൽ കിടത്തി ആ അമ്മ കൊണ്ടുപോവുകയാണ്. ഇതമ്മ, അമ്മയുടെ സ്നേഹം. ഈ സ്നേഹം എവിടെയൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ആ സ്നേഹത്തിലേക്കാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിയെത്തുന്നത് അത്ഭുതമായി. സഹോദരങ്ങളെ, ഈ മഹാമാരി ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം ചരിത്രമായി, പ്രശ്നമായി നാം കാണാൻ പാടില്ല. ഒരു പക്ഷേ മനുഷ്യ ഹൃദയങ്ങൾ കാലിയാകുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ സംസ്കാരം വഴുതി വീഴുകയാണ്. സ്നേഹശൂന്യമായ ഒഴിഞ്ഞ കുടങ്ങളായി മനുഷ്യഹൃദയങ്ങൾ മാറുകയാണ്. ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ, വിങ്ങുന്ന അനുഭവങ്ങൾ. ഞാനൊരിക്കൽ ഒരമ്മ ആമവാദം പിടിച്ച ഒരു കുഞ്ഞിനെ, ഒരു വലിയ കൊച്ചാണ്, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. ധ്യാനകേന്ദ്രത്തിലാണ്. എപ്പോഴും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് അമ്മ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, വലിയ ഭാരമായിരിക്കുമില്ലേ?
അമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാരമല്ലച്ച, എൻ്റെ കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ ഭാരം അമ്മയ്ക്ക് വേദനയല്ല, ദുഃഖമല്ല, സ്വന്തമാണ്. എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്നുണ്ടോ, വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടോ, അവിടെയൊക്കെ അമ്മ ഓടിയെത്തുന്നുണ്ട്. അവിടെയൊക്കെ ആ ദുഃഖവും ആ ഭാരവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അമ്മ സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് സഹോദരങ്ങളെ, മക്കൾക്ക് കൊടുക്കാൻ സ്നേഹമില്ലാത്ത, സമയമില്ലാത്ത അമ്മമാരുടെ ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. മനുഷ്യജീവിതത്തിന് ഒട്ടും സുരക്ഷിതമില്ലാത്ത ഇടം എവിടെയാണ്? യുദ്ധഭൂമിയിലാണോ? അല്ല. മനുഷ്യജീവിതത്തിന് ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത ഇടം അമ്മയുടെ ഗർഭപാത്രമാണ്. അമ്മയുടെ ഗർഭപാത്രത്തെ, സ്നേഹത്തെ വിശ്വസിച്ച് ജീവിതങ്ങളെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ ഗർഭപാത്രം കുഞ്ഞുങ്ങളെ വെട്ടിക്കീറുന്ന കശാപ്പുശാലകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം അധപ്പതിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വേണ്ടാത്ത കാലഘട്ടം, കുഞ്ഞുങ്ങൾ ഭാരമായി മാറുന്ന കാലഘട്ടം, പാർട്ടികളുടെയും സീരിയലുകളുടെയും പിന്നാലെ പോകുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടം. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ദുഃഖം കുടിയേറിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് തരാൻ സമയമില്ലായിരുന്നു, സ്നേഹമില്ലായിരുന്നു, കരുണയില്ലായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നെ ശിക്ഷിച്ചു, എന്നെ അവഗണിച്ചു. ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ ഇട്ട് അമ്മ പാർട്ടിക്ക് പോയി. ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ സ്നേഹം കൊടുക്കാനുള്ള വലിയ ഒരു വരം അമ്മയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വരം സ്വന്തമാക്കാൻ സാധിക്കാത്ത അമ്മമാരുടെ ഒരു സംസ്കാരം, ഈ സംസ്കാരത്തിലേക്ക് മനുഷ്യജീവിതങ്ങൾ ഒഴിഞ്ഞ കുടങ്ങളായി മാറുന്ന ഒരു സംസ്കാരത്തിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കണം. അമ്മ നാം നോക്കുന്നതിന് മുമ്പേ തന്നെ നമ്മെ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഒരു ചിത്രം നിങ്ങൾ കണ്ടു കാണും. നിത്യസഹായ മാതാവിൻ്റെ ചിത്രമാണ് അത്. അമ്മയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ഈശോയാണ്. ആ കുഞ്ഞ് പേടിച്ചരണ്ട് അമ്മയിലേക്ക് നോക്കുകയാണ്. കാരണം ആ കുഞ്ഞ് കാണുന്നത് മിഖായേൽ മാലാഖായും ഗബ്രിയേൽ മാലാഖായും കുരിശുമരണത്തിൻ്റെ ഉപകരണങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് അമ്മ നമ്മുടെയും മുഖത്തേക്ക് നോക്കുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകൾ നമ്മെ തന്നെ, എന്നെ തന്നെ ഉറ്റുനോക്കുന്നത് ഞാൻ കാണും. എന്നിട്ട് അമ്മയുടെ കൈ ആ കുഞ്ഞിലേക്ക്, തൻ്റെ കുഞ്ഞിലേക്ക് നീട്ടപ്പെട്ടിരിക്കുകയാണ്. വേദനിക്കുന്ന എല്ലാ മക്കളെയും, ജീവിതം പ്രതീക്ഷയില്ലാതെ മാറിയിരിക്കുന്ന എല്ലാ മക്കളെയും തൻ്റെ പുത്രനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന അമ്മ നമ്മുടെ വലിയ ആശയാണ്, പ്രതീക്ഷയാണ്. ഈ അമ്മ
അമ്മ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മെ കൈപിടിച്ച് നടക്കാൻ സാധിക്കാത്തപ്പോൾ തോളിലേറ്റി ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്ന അമ്മയുടെ വലിയ ഒരു ചിത്രം വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ അമ്മയ്ക്ക് ഒറ്റക്കാരമേ പറയുവാനുള്ളൂ. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. അമ്മയ്ക്ക് ഒറ്റക്കാരമേ ദൈവത്തോട് പറയുവാനുള്ളൂ. അവർക്ക് വീഞ്ഞില്ല. ഈ 2 വാചകങ്ങളാണ് ബൈബിളിൽ അമ്മ പറയുന്നത്. ഒന്ന്, ദൈവപുത്രനോട് അവർക്ക് വീഞ്ഞില്ല. 2, നമ്മോട് അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. മനുഷ്യമക്കളുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും കാലഘട്ടങ്ങളിൽ അമ്മ ചുമ്മാ ഇരിക്കുകയല്ല, അമ്മ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ദുഃഖം തികട്ടി വരുമ്പോൾ, നമ്മുടെ തന്നെ പാപങ്ങളുടെ ഓർമ്മ കുറ്റബോധത്തോടെ മനസ്സിനെ മഥിക്കുമ്പോൾ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന നീറുന്ന നിമിഷങ്ങളിൽ അമ്മ ദൈവത്തോട് പറയുന്ന വാചകമാണിത്. അവർക്ക് വീഞ്ഞില്ല. ഒരു ചെറിയ പ്രസ്താവനയായി ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും അവർക്ക് വീഞ്ഞില്ല. എന്നാൽ ഒരു പ്രസ്താവനയായിട്ടല്ല, ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് അത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ 2 വാക്കുകൾ മാത്രം, ഏറ്റവും ശക്തമായ പ്രാർത്ഥന, അവർക്ക് വീഞ്ഞില്ല. ആ പ്രാർത്ഥനയിൽ കരുണയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഏറ്റവും ശക്തമാർന്ന വിശ്വാസമുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം. ഈ ദുഃഖം, ഈ ദുരിതം ദൈവം ഏറ്റെടുക്കും, ഈ ആവശ്യം ദൈവം സ്വന്തമായി കരുതും എന്ന വലിയ പ്രതീക്ഷ, വലിയ വിശ്വാസം. അതാണ് ആ പ്രാർത്ഥന. എന്നിട്ട് നമ്മോട് പറയും, നിങ്ങളുടെ ഹൃദയം ഒരുക്കുവിൻ. മാധ്യമങ്ങളിലേക്ക്, രാഷ്ട്രീയങ്ങളിലേക്ക്, നേതാക്കളിലേക്ക് തിരിയാതെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കുവിൻ. ദൈവമാണ് പ്രതീക്ഷ, ശക്തി, ആശ്രയം. ദൈവത്തിലേക്ക് തിരിയുവിൻ. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അമ്മയുടെ ഈ വചനം. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. ദൈവം ഇന്നും സംസാരിക്കുന്നു. നമ്മുടെ വേദനയുടെ, ആവശ്യത്തിൻ്റെ, ദുഃഖത്തിൻ്റെ എല്ലാ നാളുകളിലും ദൈവം നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ഹൃദയത്തിൽ മാറ്റൊലിക്കൊള്ളും. ദൈവത്തിന് പറയുവാനുണ്ട്, എപ്പോഴും നമ്മോട് പറയുവാനുണ്ട്. ആശ്വാസത്തിൻ്റെ വചനം, വിമോചന സന്തോഷത്തിൻ്റെ വചനം, ശക്തി നൽകുന്ന വചനം ദൈവത്തിന് നമ്മോട് പറയുവാനുണ്ട്. അതാണ് ബൈബിൾ. ദൈവത്തിൻ്റെ വചനം അത് വെറും പുസ്തകമല്ല, അത് വചനമാണ്. പുസ്തകം എന്ന് വെച്ചാൽ മരവിച്ച് കിടക്കുന്ന അക്ഷരങ്ങളാണ്. അതല്ലല്ലോ ബൈബിൾ. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ലവ് ലെറ്റർ.
ഇത് പ്രേമലേഖനമാണ്. എൻ്റെ ദൈവം എനിക്കെഴുതിയിരിക്കുന്ന പ്രേമലേഖനം. ഈ ലേഖനം, പ്രേമലേഖനത്തിൽ എപ്പോഴും സന്ദേശമുണ്ട്. എനിക്കുള്ള സന്ദേശമുണ്ട്, ദൈവത്തിൻ്റെ സന്ദേശമുണ്ട്, ദൈവത്തിന് എന്നോട് പറയുവാനുള്ള ജീവിക്കുന്ന വചനമുണ്ട്. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ വചനം ആത്മാവാണ്, എൻ്റെ വചനം ജീവനാണ്. ജീവനറ്റ് തളർന്നു പോകുമ്പോൾ ദൈവത്തിന് എനിക്ക് ജീവൻ നൽകാൻ ഒരു വചനമുണ്ട്. ഈ വാഗ്ദാനമാണ് ബൈബിളിൽ നമുക്ക് കിട്ടുക. ദൈവം സംസാരിക്കും. ബൈബിൾ പ്രാർത്ഥനയോടെ തുറക്കുമ്പോൾ, സ്നേഹത്തോടെ വായിക്കുമ്പോൾ, ഭക്തിയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. ബൈബിളിന് ചരിത്രപരമായ ഒരു തലമുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സംഭവങ്ങൾ, അത് ദൈവശാസ്ത്രജ്ഞന്മാർ പഠിക്കട്ടെ. ബൈബിളിന് ദൈവശാസ്ത്രപരമായ മറ്റൊരു വശമുണ്ട്. ബൈബിളിലെ ഓരോ സംഭവവും, ഓരോ കഥയും, ഓരോ വചനവും ദൈവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ പാപം, ആ പാപത്തിൻ്റെ പരിണിത ഫലമായി സംഭവിക്കുന്നത് ദൈവം തന്നെ നാഥാൻ പ്രവാചകനെ പറഞ്ഞയക്കുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് സംസാരിക്കുന്നു. ദൈവം തന്നെ മുൻകൈയെടുത്ത് ദാവീദിനെ രക്ഷിക്കുന്നു. അത് ചരിത്രപരമായ ഒരു സംഭവം. ആ സംഭവത്തിന് പിന്നിൽ ദൈവശാസ്ത്രപരമായ ഒരു വലിയ സത്യമുണ്ട്, ദൈവത്തിൻ്റെ കരുണ. അതിനുമപ്പുറം ആത്മീയമായ ഒരു തലമുണ്ട് ബൈബിളിന്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നു. ജനം മോശയോട് ചോദിച്ചില്ലേ, പ്രവാചക, ദൈവത്തിന് ഞങ്ങളോട് എന്ത് പറയുവാനുണ്ട്? ഈ പ്രാർത്ഥനയോടെ വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിന് എന്നോട് പറയുവാനുണ്ട്. എൻ്റെ ദുഃഖത്തോട്, എൻ്റെ വേദനയോട്, എൻ്റെ രോഗത്തോട്, എൻ്റെ തകർച്ചയോട് ദൈവത്തിന് പറയുവാനുണ്ട്. ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വചനം. ഈ വചനം ആണ് നമ്മുടെ ജീവിതത്തെ സുവിശേഷമാക്കി മാറ്റുന്നത്. എസെക്കിയേൽ പ്രവാചകൻ 3-ാം അധ്യായം 3-ാം വാക്യം, ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുള് ഞാൻ കണ്ടു, അത് ഞാൻ ആർത്തിയോടെ ഭക്ഷിച്ചു. അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ആഹ്ലാദമായി മാറി. ഹൃദയത്തിൽ തേൻകട്ട പോലെ രുചിക്കുന്ന, ആഹ്ലാദമായി മാറുന്ന ദൈവത്തിൻ്റെ വചനം. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം, ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നു. 119-ാം സങ്കീർത്തനം 92-ാം വാക്യം, ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഹ്ലാദമായി മാറിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോയേനെ. ദുരിതത്തിൻ്റെ കാലങ്ങളിലൂടെ കടന്നുപോയ സങ്കീർത്തകന് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ ആഹ്ലാദമായി മാറി. അതുകൊണ്ട് ആ ജീവിതം തകർന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം തകർന്നു പോകുന്നത്? ദുഃഖത്തിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിന് ആഹ്ലാദമായി മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം, അമ്മ, പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. ദൈവം എന്നോട് പറഞ്ഞ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആ വചനം തികട്ടി വരണം മനസ്സിൽ, ഹൃദയത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതവും സുവിശേഷമായി മാറും, ഒരു സദ്വാർത്തയായി മാറും, ഒരു അനുഗ്രഹമായി മാറും എല്ലാവർക്കും. ഞാൻ ഓർക്കുക, ഒരു അധ്യാപിക ഒരിക്കൽ എന്നോട് പങ്കുവച്ചത്, നല്ല ഒരു അധ്യാപികയാണ്, നന്നായി പഠിപ്പിക്കും, കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ അധ്യാപികയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, മുൻകോപം.
കോപം മൂക്കിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് പെട്ടെന്ന് വായിലേക്ക് കടന്നു വരും. അപ്പം പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ആക്രോശിക്കുന്നു. ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിനും മക്കൾക്കും പ്രശ്നമില്ല, അവർക്കറിയാം. ഭാര്യ അമ്മ കോപിച്ചാലും പെട്ടെന്ന് തണുക്കും, പിന്നെ സ്നേഹമാണ്. പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. ഒരിക്കൽ അധ്യാപകരുടെ സമ്മേളനത്തിൽ, സ്റ്റാഫ് മീറ്റിങ്ങിൽ വെച്ച് ഈ അധ്യാപിക ദേഷ്യപ്പെട്ടു. വളരെ വലുതായി ദേഷ്യപ്പെട്ടു. എല്ലാവർക്കും വിഷമമായി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് താല്പര്യമാണ്, ഈ സ്ഥാപനത്തിന് അഭിമാനമാണ്, നന്നായി പഠിപ്പിക്കുന്നു. പക്ഷേ ഈ മുൻകോപം ഇതിനെ പാടില്ല. ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ടീച്ചറിന് വലിയ വിഷമമായി. ദുഃഖത്തോടെ, വേദനയുടെ ഭാരത്തോടെ വീട്ടിൽ വന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് ഈ മുൻകോപം എടുത്തു മാറ്റണം. അങ്ങേക്ക് മാത്രമേ പറ്റൂ. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം അപകടത്തിലാണ്. ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ അധ്യാപികയ്ക്ക് ഒരു വചനം കിട്ടി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ആ പുസ്തകമെടുത്ത് സാവധാനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ 29-ാം വാക്യത്തിലേക്ക് വന്നു. ഹൃദയം പെട്ടെന്ന് ചൂടാകുന്നത് പോലെ, ഹൃദയത്തിൽ സന്തോഷം നിറയുന്ന പോലെ ദൈവത്തിന് എനിക്ക് തരാൻ ഒരു സന്ദേശമുണ്ട് എന്ന് ഈ അധ്യാപികയ്ക്ക് തോന്നി. 29-ാം വാക്യം, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ, ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അധ്യാപിക പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹൃദയത്തിന് ആശ്വാസമില്ല. എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ്. ശാന്തത, എളിമ, അങ്ങനെ പഠിപ്പിക്കണം. ഹൃദയം, the heart was warmed up. ഒരു വലിയ ഉറപ്പ്, ഈശോ എന്നെ പഠിപ്പിക്കും. സ്നേഹവും ശാന്തതയും എളിമയും എന്നെ പഠിപ്പിക്കും. ഈ ഉറപ്പിൽ ഈ അധ്യാപിക കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ഇന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണം. അങ്ങ് ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്. അങ്ങനെ പഠിപ്പിക്കണം. അങ്ങിൽ നിന്ന് എനിക്ക് പഠിക്കണം. ഒരാഴ്ച കഴിഞ്ഞു. പെട്ടെന്നാണ് വീട്ടിൽ മക്കൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും എന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ആ വചനം കേട്ടു, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ, ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ആ വചനം, ദൈവത്തിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം ഉറങ്ങിക്കൊണ്ടിരുന്ന ഹൃദയത്തിൽ പെട്ടെന്ന് തണുത്തു. ദേഷ്യമൊക്കെ പോയി. ഈ അനുഭവം എന്നുമുണ്ടായി, എപ്പോഴുമുണ്ടായി. എപ്പോഴൊക്കെ ദേഷ്യപ്പെടാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നുവോ അപ്പോഴൊക്കെ ഈ ഒരു വലിയ അനുഭവം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഈശോയെ, അങ്ങ് ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, അങ്ങനെ പഠിപ്പിക്കണമെന്ന്. പിന്നെ ഈ ടീച്ചർ എന്നെ കാണുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. ടീച്ചർ പറഞ്ഞു, അച്ഛാ, എന്നിൽ തന്നെ ഇങ്ങനെ ഒരു ദുർഗുണമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് അനുഭവമായി മാറിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈശോ നമ്മോട് സംസാരിക്കും. പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോകും മകൻ്റെ പക്കലേക്ക്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം ഈശോ പറഞ്ഞില്ലേ, ഒരു ചില്ലിക്കാശിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? ഉണ്ട്. 2 കുരുവികൾ ദൈവാലയത്തിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2 കുരുവികൾ ഒരു ചില്ലിക്കാശിന് വിൽക്കപ്പെടുന്നു.
പക്ഷെ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ താഴെ വീഴുന്നില്ല. ഇതേ വചനം ലൂക്കാ സുവിശേഷകൻ പഠിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരു രീതിയുണ്ട്. ലൂക്കാ സുവിശേഷകൻ പറയും, 2 ചില്ലിക്കാശിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? മത്തായി പറഞ്ഞു, 1 ചില്ലിക്കാശിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? കുരുവികളെ വാങ്ങിക്കാൻ പോകുന്നവൻ 1 ചില്ലിക്കാശ് കൊടുത്താൽ 2 കുരുവികളെ കിട്ടും. 1 ചില്ലിക്കാശും കൂടെ കൊടുത്താൽ കിട്ടുന്നത് 4 കുരുവികളല്ല, 5 കുരുവികളാണ്. അപ്പോൾ 5-ാമത്തെ കുരുവി അതിന് വിലയില്ലാത്തതാണ്. കച്ചവടത്തിൻ്റെ രീതിയിൽ വിലയില്ലാതെ കിട്ടുന്നതാണ്. ആ കുരുവിയെപ്പോലും ദൈവം കരുതുന്നു, ദൈവം കൈവിടുന്നില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ അവഗണിക്കപ്പെട്ട വിലയില്ലാത്ത ഒരു കുരുവിയായി, ഒരു ജീവിതമായി, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടത് കൊണ്ട്, വിപരീത അനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് അങ്ങനെ ഒരു ചിന്ത സഹോദരങ്ങളെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കണം, നീ ദൈവത്തിന് വിലയേറിയവനാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ആ ദൈവം നിന്നോട് സംസാരിക്കും. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് പരിശുദ്ധ അമ്മ നിന്നെ കൊണ്ടുപോകും. ഈശോ പറഞ്ഞു, നഷ്ടപ്പെട്ട മുറിവേറ്റ ആടിൻ്റെ ഉപമ. ഒരിക്കൽ ഈ ഉപമ ഞാൻ പറഞ്ഞപ്പോൾ 99 എണ്ണത്തെയും മരുഭൂമിയിൽ വിട്ടിട്ട് മുറിവേറ്റ നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകുന്ന നല്ലിടയൻ്റെ സുവിശേഷം ഞാൻ വായിച്ച് അത് പ്രസംഗിച്ചപ്പോൾ ഒരു സ്ത്രീ, ഒരു കോളേജ് കുമാരിയാണ്, എന്നോട് പറഞ്ഞു, അച്ഛാ അതെന്ത് കളിയാ? അപ്പം ജീസസ് ഈസ് നോട്ട് എ ഗുഡ് ലീഡർ. നേതാവിന് വേണ്ടത് കൈയടിക്കാൻ ആളുകളാണ്, വോട്ട് ചെയ്യാൻ ആളുകളാണ്. ആളില്ലാത്തടത്ത് എന്ത് നേതാവ്? 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ തേടിപ്പോകുന്ന ആ നേതൃത്വം, അതെന്ത് നേതൃത്വമാണ്? ഞാൻ പറഞ്ഞു, മോളെ, മൈ ജീസസ് ഇസ് എ പുവർ ലീഡർ ബട്ട് എ ഗ്രേറ്റ് ലവർ. എന്നെ സ്നേഹിക്കുന്നവനാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല, സാഹിത്യ നായകന്മാരെ പോലെയല്ല, ഡോക്ടേഴ്സിനെ പോലെയല്ല. എൻ്റെ ദൈവം എന്നെ കരുതുന്നവനാണ്. ആ കരുതലാണ് നമ്മുടെ പ്രതീക്ഷ. ആ കരുതലിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നത്. നഷ്ടപ്പെട്ട ആട്, മുറിവേറ്റ ആട്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, ഞാൻ നഷ്ടപ്പെടുന്നത് വരെ, എനിക്ക് മുറിവേൽക്കുന്നത് വരെ നീ ചോദ്യങ്ങൾ ചോദിക്കും. നീ ആ നേതാവിനെ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കാതെ വരും. പക്ഷേ ഞാനും നീയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, നഷ്ടപ്പെട്ട് അവഗണിക്കപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാതെ വീടിൻ്റെ മുക്കിലിരിക്കുമ്പോൾ നീ ഓർക്കും, ആരുണ്ട് എനിക്ക്? ആരെന്നെ തേടി വരും? അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നിനക്ക് അർത്ഥപൂർണമാകുന്നത്. സഹോദരങ്ങളെ, ഇന്ന് ഈ സംസ്കാരം, ഈ കാലഘട്ടം ലോകത്തിൻ്റെ മുക്കിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും പരാജയപ്പെട്ടു, നേതാക്കളൊക്കെ പരാജയപ്പെട്ടു. നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ഈ പ്രതീക്ഷയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോവുകയാണ്. ഒഴിഞ്ഞ കുടങ്ങളിൽ, ശൂന്യമായ ഹൃദയങ്ങളിൽ, തകർന്ന കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കാൻ, മേൽത്തരം വീഞ്ഞ് ദൈവത്തിൻ്റെ കൃപ നിറയ്ക്കാൻ അമ്മ കാത്തിരിക്കുന്നു. അമ്മേ, ഒഴിഞ്ഞ കുടങ്ങളാണ് ഞങ്ങൾ, തകർന്ന ജീവിതങ്ങളാണ് ഞങ്ങൾ. അമ്മ കൈപിടിച്ച് ഞങ്ങളെ കൊണ്ടുപോകണം. മുറിവേറ്റ
ഈ മനുഷ്യവർഗത്തെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് അത്ഭുതം കാണണം. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ തകർച്ചയിൽ കർത്താവ് ഇടപെടുന്നത് കണ്ടറിയാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അമ്മയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.